ഹലോ ഡിയേഴ്സ്, അപ്പൊ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞാലുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടുള്ളത്. ഒരു ഡാമാണ്. അപ്പൊ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഈ മരമൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പൊ ഫസ്റ്റ് തൊട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് മുതൽക്കുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് പോയിട്ട് കണ്ടിട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഞാൻ ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സും സ്കിൻ കെയർ ബ്യൂട്ടി റിലേറ്റഡും ഫുഡ് വ്ളോഗ്സും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അഗെയിൻ വെൽക്കം ടു അനദർ വ്ളോഗ്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. സോ നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെയാ എന്താന്നൊക്കെ ഉള്ളത് ഇനി അവിടെ എത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാണിച്ചു തരാം. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഈ കോട്ട് എടുത്ത് വലിച്ചു വാരിയിട്ടിട്ടുള്ളത്. പിന്നെന്താ, അപ്പം വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോ ഒരു സ്പോട്ടിൽ ജസ്റ്റ് വണ്ടിയൊക്കെ നിർത്തി റിലാക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി പാലം കണ്ടു. പിന്നെ പോണ വഴിക്ക് ഇതുപോലെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഫൈനലി നമ്മളിതാ അവിടെ എത്താനായിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന റോഡിന് കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് റോഡ് മോശമായിരുന്നു കേട്ടോ. ഡാം എത്തിയില്ലേ കേട്ടോ. ഡാം എത്തുന്നതിന്റെ മുന്നേ ആയിട്ട് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു. ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവണ്ണാമുഴി ഡാമിലേക്കാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലം ഉണ്ട് കേട്ടോ. ആ പാലത്തിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ നമ്മുടെ ഡാമിന്റെ വ്യൂ കാണാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതിന്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ദിസ് ഇസ് ദി ഓപ്പോസിറ്റ് വ്യൂ കേട്ടോ. അതും നല്ല ഭംഗിയാണ്. ആ ഒരു ഒഴുക്കനെ വെള്ളം ഇങ്ങനെ പോകുന്നേക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ എന്താ പറയാ, ഇവിടെ ഡാമിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്, ടീ ഒക്കെ കുടിക്കാനായിട്ട് പറ്റുന്ന. ടോംസ് കഫേ. പുതിയ ഷൂ ആയിരുന്നു ഇത്. ഫുൾ അലമ്പായിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ ആ ഒരു ഷോപ്പിലോട്ട് കയറിപ്പോയിട്ടോ. ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഫാമിലി അവരുടെ വേറെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇരിക്കാനൊന്നുമില്ല. അവർ ഓൾറെഡി അവിടെ സീറ്റ് എന്താ പറയുക ബാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നിന്നുകൊണ്ടാട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് സമോസ, നല്ല അടിപൊളി ക്രിസ്പി സമോസ ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ എഗെയിൻ സമോസ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കട്ട്ലറ്റ് കൂടി വാങ്ങി എന്നുള്ളതാണ്. ഇത് മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ഫിലിമിലെ ഡയലോഗ്, വിശപ്പ് മൂത്ത് ഭ്രാന്തായതാണ്, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഡാമിന്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടേക്ക് നമുക്ക് വണ്ടിയൊക്കെ കയറ്റാട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നേരെ മുകളിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഡാം കാണാനായിട്ട് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു ഡോഗിനെയൊക്കെ കണ്ടോ. അവിടെ ഒന്ന് രണ്ട് ഡോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹണി, നമ്മുടെ ശുദ്ധമായ തേൻ കിട്ടുന്ന ഒരു സ്റ്റാർസ് ഹണി മ്യൂസിയം കൂടി റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് ടിക്കറ്റ് കൗണ്ടർ. ആൻഡ് ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽറ്റിന്. ഗൈസ്, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. കോട്ടൊന്നും മാറ്റിയില്ല കേട്ടോ. കാരണം കോടയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കുടയില്ലല്ലോ. ഇവിടെ നിന്ന് വാച്ച് ടവർ എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് കണ്ടില്ലേ? യെസ്, ഇവിടെ വാച്ച് ടവർ ഉണ്ട് കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ പോയപ്പോൾ അത് ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റിയില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റി, പക്ഷെ അതിന്റെ മുകളിൽ കയറാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു ഗാർഡൻ പോലത്തെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഡാമിന്റെ ചെറിയൊരു വ്യൂ കാണാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു മരം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമുക്ക് നേരിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ.
നമ്മൾ നല്ലൊരു എന്താണ് പെരുവണ്ണാമുഴി ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉള്ള ഒരു മരമാണ് നിങ്ങളിപ്പോ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? എന്റെ ബാക്കിൽ കാണുന്നതാണ് ഡാം. എന്റെ ബാക്കിലുള്ളതാണ് ഡാം. കണ്ടോ? ഈ കാണുന്നത് നമ്മൾ നടന്നു വന്നിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെയും നല്ല ഭംഗിയില്ലേ കാണാൻ, വലിയ മരമൊക്കെ ആയിട്ട്. ഈ മരത്തിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ ഒരു ബെഞ്ച് പോലത്തെ സംഭവം. ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ബെഞ്ചുണ്ട്, അത് സെറ്റ് ആയിരുന്നേ. നമുക്ക് ഇങ്ങനെ ചാരിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയുള്ള ഏരിയയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡാമിന്റെ ഒരു വ്യൂ കിട്ടാം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്ത് നോക്കി കഴിഞ്ഞാലും ഡാമിന്റെ വ്യൂ കിട്ടും. പിന്നെ നമ്മൾ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ള ഭാഗമാട്ടോ. ഇവിടെ കുറെ ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. അതിനുശേഷം നമ്മൾ ഡാമിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് ആ മുകളിലത്തെ വ്യൂ ഉണ്ടല്ലോ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് കയറി. അതിന് സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നേ. നമുക്ക് ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്ന ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ. സോ ഫൈനലി നമ്മൾ ഡാമിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഷട്ടർ തുറക്കണം അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇത് ബാക്ക് വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുണ്ട്. നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മരമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനിത് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാണുന്നില്ലേ അത്? അവിടെയൊക്കെ കണ്ടോ, ഫുൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ്. നമുക്ക് ഓരോ ഏരിയയിലേക്ക് ഇങ്ങനെ പോവാട്ടോ. നമ്മൾ ഡാമിന്റെ മുകളിലൂടെ കുറച്ച് ദൂരമൊക്കെ നടന്നു. ആ ഒരു ഭാഗത്തും അതേപോലത്തെ ഒരു കയറി നിൽക്കാൻ ഒരു സ്പേസ് ഒക്കെ ഉണ്ടേ. ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് ഭാഗം കണ്ടോ, ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് ഭാഗമൊക്കെ ഫുള്ള് വലിയ കാട് പോലെയാണ്. നിങ്ങൾ എന്റെ കോളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാട്ടോ, കാരണം നമ്മൾ ബൈക്കിലൊക്കെ പോയി വരുമ്പോഴേക്കും മുടിയൊക്കെ പാറയോടെ എത്തുമ്പോഴേക്കും എന്തായാലും അലമ്പാവും. ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കണ്ടോ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൂടെ നമ്മളൊന്ന് നടന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇറങ്ങി താഴെ കൂടെ പോവാം. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ വന്നിട്ടുള്ള ആ ഒരു റോഡാട്ടോ. അതായത് നമ്മൾ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാലുണ്ടായിരുന്നല്ലോ, അതാണ് നിങ്ങളിപ്പോ കാണുന്നത്. ആൻഡ് ദാറ്റ് വ്യൂ ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നമ്മളിത് അതിന്റെ മുകളിൽ കൂടെ ആട്ടോ വന്നിട്ടുള്ളത്. ഫൈനലി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോർമൽ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ലീഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഏരിയ അധികം അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു റോഡിന് നേരം ആ ഒരു മരം കണ്ടപ്പോൾ അതിലേക്ക് അങ്ങ് പോവാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻട്രൻസ് കേട്ടോ. നമ്മൾ ആ ഗേറ്റ് കടന്നിട്ട് നേരെ വരുമ്പോൾ ആ എൻട്രൻസ് ഭാഗത്ത് ആ ഒരു വ്യൂ ആണിത്. ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം. നമ്മളിത് ഈ ലെഫ്റ്റ് ഭാഗത്തോട്ടുള്ള റോഡിലൂടെ നേരെ അങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് ഉണ്ട് കേട്ടോ. അതും അടിപൊളിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ പാരന്റ്സിന്റെ ഒക്കെ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് അവർക്ക് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ നമ്മളത് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ റോഡ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടേക്ക് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പേര് പോകുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെയുള്ള ഇക്കോ ടൂറിസം സെന്ററിലാണ് കേട്ടോ. അതായത് മൃഗപരിപാലന കേന്ദ്രം. നമ്മുടെ എന്താ പറയാ പെരുവണ്ണാമുഴി മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ കയറാതെ എങ്ങനെയാ പോവാ? അപ്പൊ നമ്മൾ അവിടേക്ക് കയറാനായിട്ട് പോവാട്ടോ. ഇവിടെ എന്തോ ഒരു ഫീ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ കറക്റ്റ് ഓർക്കുന്നില്ല. കാരണം ഇത് നമ്മൾ പോയി വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1 വീക്കിന്റെ മുകളിലായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ, വോയിസ് ഓവർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല എത്രയായിരുന്നു പൈസ ആയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു 30-40 അങ്ങനെ എന്തോ രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ. അതിൽ കൂടുതൽ പൈസയൊന്നും വരുന്നില്ല ഒരാൾക്ക് അഡൽറ്റിന് വരുന്നത്. ഇവിടെ നിന്ന് ഞാൻ മുതലേനെ കണ്ടു കേട്ടോ. ഇത് ജീവനുള്ള മുതൽ തന്നെയാണ്. ആൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതലുണ്ട്, 2 മുതലുണ്ട്. 1 വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ നേരിട്ട് ജീവനുള്ളൊരു മുതലയെ കാണുന്നത്. നമ്മളിങ്ങനെ ഫിലിമിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അത് അനങ്ങുന്നത് കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. കാരണം നമ്മൾ ഇവിടെയൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോഴേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും മേ ബി തീരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നിനെങ്കിലും എന്തോ ഭാഗ്യത്തിൽ കാണാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഇവിടെ എന്താ പറയുക ചെടികളൊക്കെ വരുന്ന ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം ഡാമേജ്ഡ് ആയിട്ട് കിടക്കുക കേട്ടോ. മുകളില് കീറിയിട്ടൊക്കെ ഉണ്ട്.
പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മുകളിൽ പുല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ പുറമേ നിന്ന് കാണാനുള്ള ആ ഒരു ഭംഗിയൊക്കെ തന്നെയുള്ളൂ. ഉള്ളിലിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാനിതപ്പോ കാണിച്ചു തരാം. ഇവിടെ പാമ്പുകൾ ഉള്ള സ്ഥലമാണ്. അതായത് നമുക്കിങ്ങനെ എന്താ പറയാ പലതരത്തിലുള്ള പാമ്പുകളെയൊക്കെ കാണിക്കുന്ന ഒരു സ്പോട്ടാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ള ഒരു ബ്ലൂ പെയിന്റ് അടിച്ചിട്ടുള്ള ഭാഗത്തുള്ള അതിനുള്ളിലുള്ളത്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ രാജവെമ്പാല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കിങ് കോബ്രയാണ് ഉള്ളത്. എന്താ ഒരു തലയെടുപ്പ്. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു രാജവെമ്പാലനെ കാണുന്നത് എന്നാണ് എന്റെ ഒരു ഓർമ്മയില്. പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ UP ആ ഒരു സമയത്തൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ആ ടൈമിൽ കുറെ സ്നേക്സിന്റെ ഒക്കെ ഇതേപോലത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ രാജവെമ്പാല ഉണ്ടായിരുന്നു. അതൊന്നും എന്റെ ഓർമ്മയിലില്ല. അപ്പൊ എന്റെ ഒരു ഇതില് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. നല്ല വലിയ രാജവെമ്പാലയായിരുന്നു കേട്ടോ. മേ ബി ഇതിലും വലിയതൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്തെ കൂട്ടിൽ മൂർഖൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ അത്ര ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഫുൾ ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ വീഡിയോ ഞാൻ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കൂട്ടിയെടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും കാണാനായിട്ട് പറ്റുന്നത്. കാരണം അതിന്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചില സ്ഥലത്ത് അവരിങ്ങനെ ലൈറ്റ് പോലെ ചെറുതായിട്ട് ഇടും. നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. 2 മൂർഖൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നേരത്തെ കാണിച്ചതും ഒന്ന് ഇപ്പഴേ ഈ കാണിക്കുന്ന കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കൂട്ടില് എന്തോ ഒന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അണലി തന്നെ ആയിരിക്കും. കാരണം ഇവർ ഓരോ കൂട്ടിന്റെ പേരനുസരിച്ചിട്ടൊന്നല്ല കേട്ടോ. പല സ്ഥലത്തും പലതായിട്ടിട്ടുള്ളത്. ഈ കാണുന്നത് ഇത് അണലിയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ അത്ര വിസിബിൾ അല്ലായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് എന്തിന്റെയോ മുട്ട, ഇത് എന്തിന്റെയാന്ന് അറിയില്ല, പെരുമ്പാമ്പിന്റെ മുട്ടയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ആ വലിപ്പം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് ചിത്രശലഭങ്ങളുടെ ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ ചെന്ന സമയത്ത് പിന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. രണ്ടാമത് മഴ പെയ്തു. ഓരോരുത്തരെ നല്ല രസം ചെയ്തു. മഴ പെയ്തു കേട്ടോ. വലിയൊരു മരം ഉണ്ട്. മരമെന്ന് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചുതരാം. ഇവിടെ പല ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് മലബാർ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പോലെ ഉണ്ട്. ഈ ഒരു ബോർഡിൽ മലബാർ റോസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈയുടെ സാമ്യം തോന്നി. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഇത് നാരകക്കാളി, കൃഷ്ണശലഭം, ചുട്ടിമയൂരി, ബുദ്ധമയൂരി, ഇങ്ങനത്തെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ പോലത്തെ പാർക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളിങ്ങനെ പാർക്ക് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. വന്യജീവി പരിപാലന കേന്ദ്രം എന്നോ കണ്ടോ. അങ്ങനെ വലിയൊരു സംഭവം പോലെ. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. നമുക്കത് കയറി മുകളിലോട്ട് പോവാട്ടോ. സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ പേരും മഴ. എന്തൊരു കഷ്ടാണ്. ഇവിടെ പുഴ ഉണ്ട് കേട്ടോ. ഈ ഒരു പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു ഭാഗത്തിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്ന് കാഴ്ച കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടമൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മൊത്തത്തിൽ കണ്ടു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ് നല്ല മഴയൊക്കെ പെയ്തു. നമ്മൾ ഈ ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലത്ത് തന്നെ ബാക്കിലായിട്ട് നല്ലൊരു പുഴ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പുഴ അതിൽ എനിക്ക് പറയാം പുഴ തന്നെയാണ്, പുഴൻ്റെ ഭാഗം തന്നെയാണ്. നല്ല ഭംഗിയുള്ള അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ലൈറ്റിംഗ് ഡിഫറൻസ് വരുന്നത്, അത് നേരിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മരമുണ്ട്, ഇരിക്കാനൊക്കെ സ്പേസ്. ഇവിടെ ഒരു ഫിഷ് സ്പാൻഡ് ഇട്ട് ഇതിപ്പോ വർക്കിംഗ് അല്ല. നമ്മൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ അവിടെയുള്ള ഒരാളിൽ നിന്ന് അറിഞ്ഞത് ഇവിടെ ആമയുണ്ടെന്ന്. അപ്പൊ അതിനെ കാണാൻ രണ്ടാമത് വന്നതാട്ടോ. അപ്പൊ നോക്കിയപ്പോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മത്സ്യങ്ങളെ ഫിഷസിനെയും കാണാനായിട്ട് പറ്റി. നേരത്തെ മഴ പെയ്തുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇത് മഞ്ഞ ആമയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വന്യജീവി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് കേട്ടോ ഇതുള്ളത്. പക്ഷെ അതിന്റെ മേത്ത് എന്തോ ചാക്കാണെന്നോ വീട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ആമ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫ്രണ്ടിൽ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയപ്പോ കാണാത്തതുകൊണ്ട് നമ്മൾ ആ കാര്യമാക്കില്ല. പക്ഷെ മഞ്ഞ ആമയാണെന്ന് പറഞ്ഞ് വേറെ ആളെ കൂട്ടി കൊണ്ടുവരുന്ന കണ്ടപ്പോ നമ്മൾ രണ്ടാമത് വന്നിട്ടാണ് ഈ ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആമനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ മഞ്ഞ ആമനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആള് പക്ഷെ പുറത്തേക്ക് തലയും കെട്ടില്ല. ഒരാളിങ്ങനെ കുറെ ഇങ്ങനെ എന്താ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കി നോക്കിയിട്ട്, അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും മഞ്ഞ ആമേനെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മിസ്സാവുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഒരു വലിയൊരു കിണർ പോലെ കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ കൂടുതലുള്ളവരോട് ചോദിച്ചു, അല്ല ഇതെന്താ ഈ കിണറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ നോക്കിയപ്പോ അപ്പന്റെ വേറൊരാള് വരുന്നേ, നിങ്ങൾ പെരുമ്പാമ്പിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നോക്കിയപ്പോ അതിനുള്ളിൽ പെരുമ്പാമ്പ്, അതും ഞങ്ങൾക്ക് മിസ്സാവുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം പെരുമ്പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പൊ നിങ്ങൾ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാം മിസ് ചെയ്യാതെ കാണുക കേട്ടോ. നമ്മൾ മുതലേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഈ ഒരു കിണറുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെ പോയതോട് കണ്ടില്ല. പിന്നെ ആ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, നിങ്ങൾ പെരുമ്പാമ്പിനെ കണ്ടോ എന്ന് ചോദിച്ചു വന്നിട്ടില്ല, അദ്ദേഹം ഒരുപാട് നേരം നമ്മളോട് സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഞാൻ ആളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആള്, ജോണി അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണാത്ത ഒരുപാട് ജീവികളെ കണ്ടു. അതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ മഴ പെയ്തു, എന്നാലും എനിക്ക് മഴ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഓവർ ആകുമ്പോൾ നമ്മൾ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും മഴ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചെമ്പനോട എന്ന് പറഞ്ഞിട്ടൊരു റൂട്ട് ഉണ്ട് കേട്ടോ, അവിടെ കൂടി പോവാന്ന് വിചാരിച്ചു. ആ പോണ വഴിക്ക് തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ, രണ്ടു ഭാഗത്ത് ഫുൾ മരമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ചെമ്പനോട എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് അറിയില്ല കാണുമെന്നല്ല. അപ്പൊ നമുക്ക് പോയാൽ അവിടെ അടിപൊളി ഒരു ലൊക്കേഷൻ ഉണ്ട്, ഇങ്ങനെ ഫുൾ വെള്ളമൊക്കെ ആയിട്ട് വരും. നമ്മള് ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ കോഴിക്കോട് റൂട്ടായിട്ട് പിടിച്ച് കോഴിക്കോടേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെയല്ല പോയിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ കോഴിക്കോട് ആ ഭാഗത്തേക്കാണ് കേട്ടോ കയറിയത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ റഹ്മത്തിൽ വന്നു. നമ്മൾ ആ മോർണിംഗ് ചായ കുടിച്ചതാണ്, പിന്നെ അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടുന്ന് ഇപ്പൊ കുറച്ച് മുന്നേ ആട്ടോ, ഞാൻ ഇതുവരെ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ കുറച്ച് ദിവസം മുന്നേ ഒരു 1 or 2 months മുന്നേ
എങ്ങാനും ആണ് ഞാൻ ഇവിടുന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു നോർമൽ കുഴപ്പമില്ലാത്തൊരു ബിരിയാണി, ദം ബിരിയാണി ടേസ്റ്റ് ഒക്കെ ഉള്ള നോർമൽ ബിരിയാണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോയ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈം എത്തിയല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു സ്മോൾ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോസിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും താഴെ കമന്റ് ചെയ്ത് പറയാനായിട്ട് പഠിക്കരുത്. സോ എഗെയിൻ വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.